ഇട്ടാലും എന്തൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ ചോട്ടിൽ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻസ് ഇടാനുള്ളതാണ് കമൻറ്റ് ബോക്സ്. ഓക്കെ, ചിലർ പറയും നീ വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ കമൻ്റ് ഇടാൻ ഞങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്ത് തോന്നിയ ദിവസം കമൻറ്റും കേൾക്കണം എന്നുള്ള ഒരു ഇത് എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുറത്ത് പോയി അല്ലെങ്കിൽ പുറത്ത് പോയ വീഡിയോസ് ഇടണു, അതിന് ചർച്ച. ഒറ്റയ്ക്ക് പോയാൽ പറയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഇവള് പോവോ, ഒറ്റയ്ക്ക് എന്തിനാ പുറത്ത് പോണത്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്സുകളുടെ കൂടെ പോയാൽ പറയും അപ്പോൾ എന്താണ് ഇവള് കണ്ട ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഷാജിദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷാജിദ പറഞ്ഞതുപോലെ തന്നെ നീ ആരുടെ കൂടെ പോകുന്നതിലോ ആരുടെ കൂടെ ഇതാവുന്നതിലോ ഒന്നും പ്രശ്നമില്ല. ഇതൊക്കെ വീഡിയോസായിട്ട് ഇടുന്ന സമയത്താണ് അതിൽ ആൾക്കാർ കമൻറ്റുകൾ വന്ന് ഇടുന്നതും അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കുന്നത്. ഇപ്പോൾ നീ വയനാട് ആ ഫ്രണ്ട്സായിട്ട് പോയി, അത് നിനക്ക് ഈ വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് നിനക്ക് ആ ഒരു പ്രശ്നമായിട്ട് വന്നത്. വീഡിയോ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ആരും അറിയുന്നില്ല. നീ ഫ്രണ്ട്സുമായിട്ട് പോയി, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയി, നീ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ ഉള്ളത് വീഡിയോസിൽ ഇടുന്ന സമയത്താണ് അത് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ നീ ആവശ്യമില്ലാത്ത പേരുകൾ എടുത്ത് വലിച്ചിടുന്നു. അതുപോലെ കുറേ ആളുകൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേരുകൾ വലിച്ചിടുന്ന സമയത്താണ് ഇത് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഷാജിദ ആരും കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒന്നും പറയുന്നില്ല. അത് ഷാജിദ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എന്താ പറയുക, ഇതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ ഷാജിദ, അദ്ദേഹം എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഓരോ ഇൻ്റർവ്യൂവിലും പോയിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് പലതും ചെയ്ത് വെച്ചിട്ട് പല പൊട്ടത്തരങ്ങളും വിളിച്ച് പറഞ്ഞ് പല രീതിയിലും പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്രത്തോളം കൊണ്ടെത്തിച്ചിട്ട് ഞാനൊന്നും പറയില്ല, നിങ്ങളുടെ കമൻ്റ് ഇടുന്ന രീതി ശരിയല്ല, നിങ്ങൾ എന്ത് തോന്നിയ മാസങ്ങൾ പറയാനുള്ള വേദിയല്ല, എന്നെ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ നമ്മുടെ വായിന്ന് വീണ വാക്കുകൾ നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള കുറേ പേര് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതത് റിയാക്ഷൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അല്ലാതെ ആരും നീ പറയാത്ത കാര്യങ്ങൾ ആരും സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി? അപ്പോൾ ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമെന്ന് കേട്ട് നോക്കൂ. അപ്പോൾ തന്നെ എല്ലാ വലിയ ഇതിൽ ഡയലോഗുകൾ എഴുതും ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടിയിൽ പാവം മക്കള്, അവരുടെ കാര്യം. അല്ല, ഈ പറയുന്ന മക്കളെ നിങ്ങളാണോ നോക്കണത്? ആണോ? അല്ലല്ലോ. അതുപോലെ തന്നെ മക്കളുടെ കാര്യം ഭയങ്കരമോ. ഞാൻ പറയട്ടെ, അവരുടെ ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ ശരിക്കും 1.5 വർഷമായി. ഈ 1.5 വർഷത്തിൽ എൻ്റെ മക്കൾക്ക് അവരുടെ ഉപ്പ പോയതിൻ്റെ ശേഷം എന്ത് ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളതെന്നൊന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം. അവരിപ്പോൾ അഥവാ വീഡിയോസിൽ വരുമ്പോൾ കമൻ്റായിട്ട് വേണമെങ്കിൽ ഞാനൊരു Q&A ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് അവരെന്ത് അവരുടെ ഉപ്പ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ അവരെ നോക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഡ്രസ്സുകൾ, എനിക്ക് ഡ്രസ്സ് എടുത്താൽ എൻ്റെ 5 മക്കൾക്കും ഞാൻ ഡ്രസ്സ് എടുക്കും. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഞാനൊരു ഫുഡ് പുറത്തുനിന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് തിരിച്ച് ഞാൻ മക്കൾക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് മേടിച്ചിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് ചെരുപ്പ് എടുത്താൽ മക്കൾക്ക് ചെരുപ്പ് എടുക്കും. അതുപോലെ എന്താണ് ഇപ്പം എൻ്റെ മക്കൾ എത്തിങ്ങാനയിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവും ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല. അവർക്ക് അവിടെ എന്താ പറയുക, വർഷത്തിലൊന്നിലൊക്കെ ആയിരിക്കും ഡ്രസ്സ് കിട്ടുന്നുണ്ടാവുക, പിന്നെ പഠന കാര്യങ്ങൾക്കും ബാക്കിയുള്ളത്. എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തണമുണ്ട്, അവരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണമുണ്ട്, എല്ലാ കാര്യം. ഇതിപ്പോൾ നാളെ മറ്റന്നാൾ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ പോകണം, ടൂർ പോകണമെന്ന് പറഞ്ഞു. ഉമ്മ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പോകണം, സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. എൻ്റെ മക്കളെ എത്തിങ്ങാനയിലാക്കിയെന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഒഴിഞ്ഞു വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാർ എൻ്റെ 5 മക്കളിനെയും ഒരുമിച്ച് ഒരേപോലെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ നിനക്ക് പണിക്ക് പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു പണിയാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലൂടെ വരുമാനം കണ്ടെത്തുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ വേറൊരു പണിക്ക് പോയിട്ട് ഞങ്ങളും ഇതുപോലെ പണിക്ക് പോയിട്ടാണ് മക്കളെ നോക്കുന്നത്, ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് 5-6 മക്കളെ നോക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ
ഞാനും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് 5 മക്കളാണ്, 5 മക്കളെ ഞാൻ വളർത്തുന്നു, നിങ്ങൾക്ക് ജോലിക്ക് പോയിട്ട് മക്കളെ നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഷാജിദ 5 മക്കളെ നോക്കുന്നത് എന്താണ്, അത് നിൻ്റെ മക്കളാണ്, അതിപ്പോൾ നീ നോക്കിയേ പറ്റുള്ളൂ. 5 മക്കളാണോ അത് 10 മക്കളാണോ അത് നീ പ്രസവിച്ച മക്കളാണെങ്കിൽ നീ തന്നെ നോക്കണം, അല്ലാതെ നാട്ടുകാർ വന്ന് നോക്കുമോ ഇല്ല. അപ്പോൾ നീ തന്നെ നോക്കണം. അപ്പോൾ നീ വീഡിയോസ് ഇതാകുന്നത് കൊണ്ടോ നീ യാത്ര ചെയ്യുന്നത് കൊണ്ടോ അതൊന്നുമല്ല. നീ അത് എല്ലാം എന്തിനാ ഈ പബ്ലിക് മുമ്പിൽ വന്നിട്ട് പൊട്ട തെറ്റുകൾ വിളിച്ച് പറയുന്നതാണ് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ നീ ഒറ്റയ്ക്ക് പോകുന്നതിനും നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല. നീ പോകുന്ന കാര്യങ്ങൾ എന്തിനാ വെറുതെ പല ഇൻ്റർവ്യൂസിലും പോയിട്ട് വേറെ രീതികളിലാണ് പറയുന്നത്. നിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ തന്നെയാണ് ആളുകൾ അത് ചോദിക്കുന്നത്. അല്ലാതെ ആരും അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് ആരും ചോദിക്കുന്നില്ല. നീ കാണിക്കുന്ന പ്രവർത്തികൾ, നീ കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യുന്നതിന് നിനക്ക് ദേഷ്യം വന്നിട്ടോ ഈ കമൻ്റ് ഇടുന്നവരോട് ദേഷ്യപ്പെട്ടിട്ടോ അവരുടെ മെക്കിട്ട് കയറിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നവരോട് ദേഷ്യപ്പെട്ടിട്ടോ അവരെ ഒരുമാതിരി ഒന്നും അല്ലാത്ത രീതിയിലാക്കിയിട്ടൊന്നും കാര്യമില്ല. നീ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള പലതും നേരിടേണ്ടി വരും. നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറയുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിൻ്റെ ഉമ്മാനെ നീയാണ് നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അത് ആരും ചോദ്യം ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് ശരി, നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പിന്നെ അതിങ്ങനെ പല ആണുങ്ങളുമായിട്ട്, നീ ഇപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് പല ആണുങ്ങളുമായിട്ട് കൈ പിടിച്ചിരിക്കുന്നതും അതുപോലെ ഇങ്ങനെയൊക്കെ ഇതായിട്ട് ഇരിക്കുന്നതും കറങ്ങുന്നതും ഒരുമിച്ച് ആ ഒരു ഊഞ്ഞാലിലൊക്കെ അതിലൊക്കെ ഇരിക്കുന്നതും ഒക്കെ വീഡിയോസ് നീയാണ് ഇട്ടത്. അപ്പോൾ അത് ആരാണ്, എന്താണ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അത് ആളുകൾ ചോദിക്കും. അത് സ്വാഭാവികം. അതിന് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിനക്ക് ആരുടെ കൂടെ പോകണം, നീ എങ്ങനെ സഞ്ചരിക്കണം, നീ എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ആൾക്കാർക്ക് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ നീ ഇട്ട വീഡിയോസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് മുമ്പിൽ നീയാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നീ തന്നെ നേരിടേണ്ടി വരും. അതിനിപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ട് നോക്കൂ. പിന്നെ എൻ്റെ ലൈഫ് ഞാൻ തിരഞ്ഞെടുക്കും. അതിന് കാരണം വേണോ ആരിന് വേണ്ട എന്നോ ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുമായിരിക്കും നിൻ്റെ വീഡിയോസ് ഞങ്ങളാണ് കാണുന്നത്, ഞങ്ങൾ അതുകൊണ്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, അതിനുള്ള എമൗണ്ട് എനിക്ക് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് പേരുടെ വീഡിയോസ് നിങ്ങൾ കാണില്ലേ, എത്ര ആൾക്കാരുടെ വീഡിയോസ് കാണുന്നു. അതുപോലെ തന്നെ എന്നെന്നല്ല വേറെ ഏത് പെണ്ണ് ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഒരു ചെക്കന്മാരുടെ കൂടെ വീഡിയോസ് ഇട്ടാലും അപ്പം അവിടെ അവിഹിതമാണ് കൊണ്ടുവരുന്നത്. കൂടുതലായിട്ട് അവിഹിതമാണ് നടക്കുന്നത്. എന്ത് തോന്നിയാസും കമൻറ്റിൽ എഴുതി അയക്കാമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇന്നലെ തൻസീലിൻ്റെ കൂടെ ഒരു വീഡിയോ ഇട്ടപ്പോഴും തൻസീലിൻ്റെ കൂടെ ആയി. അതിന് മുന്നേ വരെ ഷറഫലിൻ്റെ കൂടെയുള്ള സംഭവങ്ങൾ ഷറഫലിനായിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടതുകൊണ്ട് അത് പറയുന്ന ഒരു രസമുണ്ട് എന്ന് വെക്കാം. അത് കേൾക്കാനും ഒരു രസമുണ്ട്. അത് കേൾക്കുമ്പോൾ കാരണം ഞാൻ ഇട്ടിട്ടാണല്ലോ അത് ഞാൻ കേൾക്കണതെന്ന് വെക്കാം. ഇപ്പം ആരുടെങ്കിലൊക്കെ ഒരു കൂടെ ഞാനിപ്പോൾ എത്ര ആൾക്കാരനെ കാണുന്നു, അവരുടെയൊക്കെ കൂടെ ഒരു ഓരോ സെലിബ്രിറ്റീസിൻ്റെ കൂടെ കാണുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ വെച്ചിട്ട് ഓരോ അപവാദങ്ങൾ, അത് നമ്മളെ മാത്രമല്ല ബാധിക്കണം, അവരുടെ ലൈഫും കൂടി ബാധിക്കണുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. തൻസീലിൻ്റെ കൂടെയാണ്. ഇനി തൻസീലിനെ അവൾ വളയ്ക്കും, ഇതാക്കും, അങ്ങനെ വളയ്ക്കുന്നുണ്ടെങ്കിൽ അവരുടെ എൻ്റെ കയ്യിലാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ്. അതിൽ നിങ്ങൾ ഇതാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇവളിനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇതാക്കിയിട്ടാണ് ഇവർ സ്നേഹിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഫിൽറ്റർ ഇടുന്നതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിൽറ്റർ ഇടുക എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഐഫോൺ ഉള്ളവരടക്കം ഐഫോണിൻ്റെ ഫിൽറ്റർ ഇട്ടിട്ടാണ് ശരിക്കും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയും വ്ളോഗർമാർ ചെയ്യുന്നത് ഫിൽറ്ററും കാര്യങ്ങളും അവരുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും കൂട്ടിയിട്ടാണ്. ഞാൻ മാത്രമല്ല ഫിൽറ്റർ ഇടുന്നത്. പിന്നെ ഷാജിദ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു, നിന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം നിന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളുടെ പുറത്താണ് ഈ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം നിനക്ക് നെഗറ്റീവായിട്ട് വരുന്നതൊന്നും കൂടെ നീ ചിന്തിക്കണം. പല ഇൻ്റർവ്യൂവിന് പോയിട്ടും അതുപോലെ ഷറഫ് അലി ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ റൌഫിൻ്റെ കാര്യങ്ങളൊക്കെ നീ എടുത്തിട്ടത് കൊണ്ടാണ് ആളുകൾ അത് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ നീ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടോ അവരോട് ഇത് പറഞ്ഞിട്ടോ കാര്യമില്ല. നീ ഇപ്പോൾ തൻസീറിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത്
പിന്നെ ഒരാളിനെ വിട്ട് വേറൊരാളിലേക്ക് വന്നു എന്ന് സ്വാഭാവികമായിട്ടും അത് ആളുകൾ ചോദിക്കും. അതാണ് അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് കമൻസ് ഇടുന്നവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഈ കമൻസ് ഇടുന്നവരും ഈ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും അല്ലേ ഇത്രയും നാൾ നിൻ്റെ വീഡിയോസ് കണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളല്ലേ അവരെല്ലാവരും. അപ്പോൾ അവർ നീ ഒരു തരത്തിൽ പൊട്ടന്മാരാക്കിയ രീതിയിൽ അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. ഇതിപ്പോൾ ശരിയാണ്, ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോഴും എനിക്ക് പല നെഗറ്റീവ്സും വരാറുണ്ട്. നമ്മൾ നെഗറ്റീവ്സ് മൈൻഡ് ചെയ്യേണ്ട, ഷാജിദ പറഞ്ഞത് ഓക്കെയാണ്. പക്ഷേ നീ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിനക്ക് നെഗറ്റീവ്സേ ഉണ്ടായിരുന്നില്ല, നിനക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നീ വന്ന് ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിരന്തരം ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ, മറ്റൊരു നുണയെ മറയ്ക്കാൻ മറ്റൊരുന്ന്, അങ്ങനെ പല 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 നുണകളായിട്ട് വന്നതുകൊണ്ടാണ് ആളുകൾക്ക് തന്നെ നിന്നോട് മടുപ്പ് തോന്നിയതും. അതുപോലെ തന്നെ നീ വീഡിയോ നിനക്ക് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് നിന്നെ വീഡിയോ ഇട്ട് തളർത്താൻ പോവുകയാണ്, ഞാൻ അങ്ങനെ തളരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. നീ എന്ത് വന്നാലും വീഡിയോസായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നീ നിർത്തി ഒരു സുപ്രഭാതത്തിൽ പോവല് ചെയ്യേണ്ടത്. നിൻ്റെ കാര്യങ്ങളും നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരിയെല്ലാം പുറത്ത് കൊണ്ടുവരിക. അല്ലാതെ ഇപ്പം എല്ലാ പൊട്ടന്മാർക്കും മനസ്സിലാവും നീ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നീ കാണിച്ചു കൂട്ടിയ പല പ്രവർത്തികളും എല്ലാ ആളുകളും കാണുന്നത്. ഇപ്പോൾ ഈ പബ്ലിക് മൊത്തം കണ്ടവരാണ്, ഒരുപാട് പേര് അതെടുത്ത് റിയാക്ഷൻ ചെയ്തവരാണ്. എൻ്റെ വായിന്ന് വന്ന വാക്കുകളാണ് എല്ലാവരും അതെടുത്ത് പ്രതികരിച്ചതും ആ കാര്യങ്ങളൊക്കെ എത്രത്തോളം കൊണ്ട് എത്തിച്ചതും. എന്നിട്ട് പിന്നെ ഈ കമൻ്റ് ഇടുന്നവരെ തെറി വിളിച്ചിട്ടോ അവരോട് മെക്കിട്ട് കയറിട്ടോ അവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മളായിട്ട് തന്നെ നിൽക്കുക. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഷാജിദയ്ക്കും ഇവിടെ സംഭവിച്ചത്. എന്തായാലും നെഗറ്റീവ് കമൻസ് ഒന്നും കണ്ടിട്ട് തളരാതെ മുന്നോട്ട് പോവുക, അത് നല്ല കാര്യം തന്നെയാണ്. എങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ ഇൻ്റർവ്യൂവിലൊക്കെ പോയി പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.